നമസ്കാരം ഗൈസ്, ഡേ 18 ഓഫ് നമ്മുടെ ട്രേഡിംഗ് ചാലഞ്ചിക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നേരത്തെ 6:15 എണീറ്റ് സൈക്ലിങ്ങിന് ഇറങ്ങി. അത്യാവശ്യം ചെറുതായിട്ട് കോടയും തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മടിയും വരുന്നുണ്ട്. തണുപ്പാകുമ്പോൾ എണീക്കാൻ നല്ല മടിയായിരിക്കുമല്ലോ. കൂടെ സൈക്ലിങ് പറയേ വേണ്ട, നല്ല മടിയാണ്. എന്തായാലും നമ്മുടെ ആ ശീലം നമ്മളെന്തായാലും മാറ്റുന്നില്ല. ഇപ്പോൾ 20 ഡേയ്സ് ചാലഞ്ചിൻ്റെ 17th ഡേ ആണിന്ന്. ഇനിയും നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് പ്ലാൻ ചെയ്തേക്കണം. എന്നും പേപ്പർ വായിക്കണത് കാണിച്ച് ബോറാവുന്നുണ്ടെന്ന് ഒരു ചേട്ടൻ പറഞ്ഞു. സോ പേപ്പർ വായന വേണ്ട, നമുക്കെന്ന് വെച്ചാൽ കുറച്ച് നേരം ന്യൂസൊക്കെ ഫോണിൽ കാണാം. അങ്ങനെ ഫോണിൽ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് സംഭവം ശരിയാണ് കേട്ടോ. ഇതാകുമ്പോൾ നെഗറ്റീവ് കാര്യങ്ങളില്ല, നമുക്കറിയേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് വേണമെങ്കിൽ കേൾക്കാമല്ലോ. അങ്ങനെ നമുക്ക് ബിസിനസ് റിലേറ്റഡും സ്റ്റോക്ക് റിലേറ്റഡായ ന്യൂസൊക്കെ കണ്ട് ഒരു കൂലിയും പാസ്സാക്കി ആ കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് ആ തലയൊക്കെ ഏരി സെറ്റായതിനു ശേഷം നേരെ നമ്മുടെ മെയിൻ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിക്ക് പോകണം. ഇപ്പോൾ ഒരിക്കലൊക്കെ കണ്ടാൽ തോന്നും ഭയങ്കര സെറ്റപ്പാണ്, ഒരു തേങ്ങയില്ല. കുറച്ച് സൺസ്ക്രീനൊക്കെ തേച്ച് നമ്മൾ നേരെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിക്ക് പോയി. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും ബാജിക്കറിയാണ്. ബാജി എന്ന് പറഞ്ഞാൽ മറ്റേ പൊട്ടാറ്റോ, പിന്നെ നമ്മുടെ കട്ടൻ ചായയും. എന്തായാലും ചപ്പാത്തിയും ബാജിക്കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്. ഇഷ്ടമുള്ള ഫുഡാകുമ്പോൾ അടിപൊളിയാണല്ലോ. അങ്ങനെ അതും കഴിച്ച് കട്ടൻ ചായയും കുടിച്ച് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വൈൻഡപ്പ് ചെയ്തു. അങ്ങനെ നേരെ നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കണം. ഈ ഷർട്ട് ഇട്ടിട്ട് കുറേ നാളായിട്ടോ, അതുകൊണ്ട് ഇപ്പോൾ ടൈറ്റായിട്ടുണ്ട്. അങ്ങനെ ട്രേഡിങ് ഓഫീസിലെത്തിയപ്പോൾ ഇന്നൊരു അതിഥി ഉണ്ടായിരുന്നു. നമ്മുടെ രഞ്ജുവേട്ടൻ കൊണ്ടുവന്ന ആളുടെ മാടപ്രാവ്. അങ്ങനെ പ്രാവ് വന്നപ്പോഴാണെങ്കിലോ സൈമൻ്റെ തലയിൽ കയറിയിരിക്കാനാണ് പുള്ളിക്കാരന് ഇഷ്ടം. അങ്ങനെ തലയിലൊക്കെ ഇരുന്ന് അപ്പിട്ടില്ല, ബാക്കിയെല്ലാം ചെയ്തു. കിളി ഷഡിയിലെ മുട്ടയുടെ കഥയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഏത് മാഷാണ് നിന്നെ പഠിക്കും? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. ശരിക്കും പറയുകയാണെങ്കിൽ സൈമന് തലയിൽ ഒരു ഹെഡ് മസാജാണ് ചെയ്ത് കൊടുത്തത്. സൈമ ഹാപ്പി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ട്രേഡ് എടുത്തു. ഇന്നെടുത്ത ആദ്യത്തെ ട്രേഡ് ലോസ് ആയിരുന്നു. അതാണെങ്കിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നിഫ്റ്റിയിൽ ഒരു 23,700 2 ലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും ഞാൻ 2 ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം റിസ്ക്കാണ്. എന്തായാലും ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറായതുകൊണ്ട് തന്നെ 2 ലോട്ട് വെച്ച് 2 ആഡ് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്തു. ബാക്കി നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും.
ഈ അവസാന നിമിഷം ഉണ്ടായിരുന്ന ഈ പുട്ട് എനിക്ക് എന്തായാലും വരാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2314 ഞാൻ നല്ല ഹാപ്പിയാണ്. തിരിച്ച് നമ്മുടെ കുടുംബത്തേക്ക് പോയി. ഇന്നാണെങ്കിൽ ഒരു പരിപാടി ഇല്ലാത്ത കാരണം ഞാൻ നേരെ ഒരു സിനിമ എടുത്ത് പ്ലേ ചെയ്ത് അവിടെ ഇരുന്നു. ഉഗ്രരൂപിയായ ഒരു സത്വം 16 അടി പൊക്കം കണ്ടാലറയ്ക്കുന്ന വികൃത രൂപം. അങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അവിയൽ മിൽക്ക് കുടിക്കാൻ ഭയങ്കര ആഗ്രഹം. ഒന്നും നോക്കില്ല, ഞാൻ ആക്റ്റീവ് എടുത്തിട്ട് ചാലക്കുടിക്ക് വിട്ടു. 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ആഗ്രഹമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് തീർക്കണ്ടേ. അങ്ങനെ നമ്മൾ ചാലക്കുടി സ്പോട്ടിലെത്തി അവിൽ മിൽക്ക് ഓർഡർ ചെയ്തു. ബൂസ്റ്റ് അവിൽ. ഇത് ചാലക്കുടിയിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഷോപ്പാണ് അവിൽ. ഇവിടെ 49 രൂപ തൊട്ട് അവിൽ മിൽക്ക് അവൈലബിൾ ആണ്. ആരുമില്ല, ഒറ്റയ്ക്കായിരുന്നു. ഏത് വൈബ്, ഒറ്റ വൈബ്. അങ്ങനെ അവിൽ മിൽക്ക് കുത്തിയൊക്കെ ഇളക്കി അത് കുടിച്ച് വയറ് ഞാൻ ഫുള്ളാക്കി. അവിൽ മിൽക്ക് പണ്ടേ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. അങ്ങനെ അവിൽ മിൽക്കൊക്കെ കഴിച്ച് ഞാൻ നേരെ റിട്ടേൺ ടു നമ്മുടെ ഹൗസ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു വ്ളോഗ്സിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടി ഉണ്ടാവണേ. അപ്പോൾ ശരി.